ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കിയുടെ കള്ളക്കളി അവസാനിപ്പിക്കാൻ നമ്മുടെ ഗൗതം ഒരുക്കിയ ട്രാപ്പിലേക്ക് പിങ്കിയായിട്ട് തന്നെ വന്നങ്ങ് വീണ് കൊടുത്തു കേട്ടോ. പിങ്കി ഇങ്ങനെ വരുമ്പോഴേ അവിടെ വെച്ച് നമ്മുടെ ഗീതുവിനെ കാണുക. ആഹാ, ഗീതുവോ, ഇതെന്താ ഇത്, ഗീതുവിനെ കണ്ടിട്ട് ഒത്തിരി ആയല്ലോ, അന്ന് കണ്ടത് പിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഗീതു ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുക. ഗീതു, എനിക്ക് ചെയ്ത ഉപകാരം അത് ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എന്ത് ഉപകാരം എന്നും ചോദിച്ച് നമ്മുടെ ഗൗതം രംഗത്തേക്ക് വന്നു. ഗൗതം അങ്ങ് വന്ന് കയറിയപ്പോഴേക്കും പിങ്കിയുടെ ചെവിയിൽ കൂടെയൊക്കെ കിളി പറന്നിങ്ങനെ പോകുക. ഒരിക്കലും ഗൗതത്തിന് ആ ഒരു സമയത്ത് പിങ്കി അവിടെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഗൗതം ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയം അയ്യോ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണ് പിങ്കി. അതുപോലെ തന്നെ ഗീതു ഗൗതത്തിനെ കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗൗതം ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ കയറി ചെന്നു. എന്താ പിങ്കി പറ, ഗീതു എന്തുപകാരം പിങ്കിക്ക് ചെയ്തത്? അപ്പോൾ അല്ല, അന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞത് ആ ഡോക്ടറായിട്ട് അഭിനയിച്ച സ്ത്രീ ഞാനാണ് എന്നായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ ആരോപണം അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിങ്കി വെള്ളപൂശാൻ നോക്കുക. അന്നെന്തായാലും ഗീതു സത്യം പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുന്ന പിങ്കിയോട് ആണോ, തീർച്ചയാണോ എന്ന് ഗൗതം ചോദിച്ചു. പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുക. അന്ന് ഗീതു സത്യം തന്നെയാണോ പറഞ്ഞത്? അല്ലാതെ പിന്നെ അത് കൊള്ളാം, അക്കാര്യത്തിൽ കള്ളം പറയേണ്ട എന്ത് കാര്യമാണ് ഗീതുവിനുള്ളതെന്നൊക്കെ പിങ്കി അങ്ങ് കയറി ചോദിക്കുക. ഗൗതം രാമേശ്വരം യാത്രയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തു എന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗൗതം ചിരിക്കുക. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഗീതുവിനെ കണ്ടപ്പോൾ ഒരു കുശലം ചോദിച്ചെന്നേ ഉള്ളൂ എന്നും പിങ്കി പറയുന്നു. ഗൗതം ചിരിച്ചുകൊണ്ട് കേൾക്കുക. ബാ ഗൗതം, നമുക്ക് പോയി സംസാരിക്കാം എന്നും പറഞ്ഞ് വിളിക്കുമ്പം പിങ്കി, അല്ല ഗീതു ഇവിടെ എന്തിനാ വന്നത് എന്ന് പിങ്കി ചോദിച്ചോ? ഇല്ലല്ലോ, അതിപ്പോൾ എന്താ എത്ര ചോദിക്കാനിരിക്കുന്നതെന്ന് പിങ്കി ചോദിച്ചപ്പോൾ ചോദിക്ക് പിങ്കി, ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താ ഗീതു ഇവിടെ എന്തിനാ വന്നത്? അപ്പോൾ ഗൗതം സാർ വിളിച്ചിട്ട് വന്നതാ ഞാനെന്ന് നമ്മുടെ ഗീതു അങ്ങ് പറഞ്ഞു. എന്ന് പറഞ്ഞ നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുമ്പോൾ പിങ്കിക്ക് ആകെ ടെൻഷനായി. ഗൗതം ഗീതുവിനെ വിളിച്ചതാണെന്നോ? എന്തിനു വിളിച്ചതാ? അപ്പം എനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അന്നത്തെ സരോഗസി ആ ഒരു ഇൻസിഡൻറ്റിൽ. അല്ല ഇനിയിപ്പോൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവരെത്തിയില്ലെങ്കിലും ഞാൻ വന്നില്ലേ ഗൗതത്തിൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാനായിട്ട്, അത് വലിയ ഉപകാരം തന്നെ ആയില്ലേ? അപ്പോൾ ഒരു ചതി, അതിനെ മറയ്ക്കാൻ വലിയൊരു വഞ്ചന, പിങ്കിയുടെ പൊപ്പം തോലും പുറകെ അവിടെ ഇട്ട നമ്മുടെ ഗൗതം. അതിനെ നീ വിളിക്കുന്നത് ഉപകാരമെന്ന് അല്ലേ എന്ന് പിങ്കിയോട് ഗൗതം. ചീപ്പ് സെന്റിമെന്റ്സിന്റെ കാർഡ് ഇറക്കി ഗീതുവിനെ നീ പറ്റിച്ചു. നീ അല്ല വന്നതെന്ന് നമ്മുടെ മുന്നിൽ ഗീതുവിനെ കൊണ്ട് നീ പറയിപ്പിച്ചു, അതല്ലേ നടന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പിങ്കിക്ക് കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. പക്ഷേ അന്ന് നീ ഡോക്ടറുടെ വേഷം കെട്ടിയപ്പോൾ മറ്റൊരു ദൃക്സാക്ഷി കൂടി അവിടെ ഉണ്ടായിരുന്നു, അത് നീ മറന്നുപോയില്ലേന്ന് ചോദിച്ചു. രതീഷ് എന്ന് പറഞ്ഞ് രതീശനെ വിളിച്ചപ്പോൾ രതീശനും അങ്ങോട്ടേക്ക് വന്നു. രതീശനെ കണ്ട് പിങ്കി ഒന്ന് ഞെട്ടി നിൽക്കും. അദ്ദേഹം ഇങ്ങനെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈ പുള്ളിക്കാരി തന്നെ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ ആക്കി വൈകിപ്പിച്ചതെന്നുള്ള കാര്യം രതീശനും പറയാം. പിങ്കി തീർന്നില്ലേ, പിങ്കിക്ക് ഇനി എന്തുണ്ട്? ഒന്നുമില്ല. ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ പിങ്കി എന്ന് നമ്മുടെ ഗൗതം പിങ്കിയോട് ചോദിക്കുമ്പോൾ പിങ്കി ഇങ്ങനെ നിന്ന് വട്ടം കറങ്ങുക. അപ്പോൾ ഗൗതം, ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടെല്ലാം ചെയ്തതെന്ന് പറഞ്ഞപ്പം സ്നേഹമല്ല പിങ്കി, ഇത് ഭ്രാന്ത്, നിനക്ക് ഭ്രാന്താണ്, അതുകൊണ്ടാണ് നീ ഇത് ചെയ്തതെന്ന് പറഞ്ഞപ്പം ഞാൻ സമ്മതിച്ചു. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഭ്രാന്താ, എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ നിങ്ങൾ എന്നെ അങ്ങ് കൊന്നേക്ക് എന്നും പറഞ്ഞ് പിങ്കി വലിയ ഡയലോഗ് ഇറക്കുക. അപ്പം അത് കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക കേട്ടോ. രതീഷ്, നിങ്ങൾ പോയിക്കോ എന്നും പറഞ്ഞ് എന്നിട്ട് അവരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി ഒരു കൂസലും ഇല്ലാതെ നിൽക്കുക കേട്ടോ. ആദ്യത്തെ പേടിയും ആ ഒരു ചളിപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയൊക്കെ ചെയ്ത നിന്നെയും കൊണ്ട് ഞാൻ രാമേശ്വരത്തേക്ക് പോണോന്നാ ചോദിച്ചത് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ വേണ്ടാന്ന് തന്നെ പിങ്കിയായിട്ട് പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഉപകാരം നിങ്ങൾ ചെയ്തു തരണം, നന്ദ ഇത് ഒരിക്കലും അറിയരുത് എന്ന് പിങ്കി പറഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കുക. അവളിത് ആഘോഷിക്കും, എന്നെ വെറും കോമാളിയാക്കും അവളെന്ന് പറയുമ്പോൾ നിനക്ക് നന്ദയെ അറിയില്ല പിങ്കി. അന്ന് തന്നെ നന്ദയ്ക്ക് ഇത് സംശയമൊന്നും അല്ല, ഉറപ്പായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗൗതം അങ്ങ് പറയുക പിങ്കിയോട്. എല്ലാം അറിഞ്ഞിട്ടും നിന്റെ മനസ്സ് മുറിയണ്ട എന്ന് കരുതി ഇവിടേക്ക് വരാത്തതാ അവള് എന്നും നമ്മുടെ ഗൗതം അങ്ങ് പറഞ്ഞു. നന്ദ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഈ വിചാരണ എൻ്റെ മാത്രം നിർബന്ധമായിരുന്നു, അവൾക്കിതിലൊന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ ഒരുമിച്ചാ ഇന്ദീവരത്തിലേക്ക് പോകാൻ പോകുന്നത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അവിടെയുള്ളവരെ തൽക്കാലം ഇതൊന്നും അറിയണ്ട, അതാ നിന്റെ തടിക്ക് നല്ലത് എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുക. എന്നിട്ട് പിങ്കി എന്ന പിശാചിനെയും കൂട്ടി അവിടെ നമ്മുടെ ഗൗതം പോവുക കേട്ടോ. അവിടെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അരുണി ഇങ്ങനെ റൂമിൽ കിടന്നുറങ്ങുന്നു. പവിത്ര വന്ന് അരുണേട്ടനെ നോക്കി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥ. എന്നിട്ട് ചെന്ന് കാലെ പിടിച്ച് മാപ്പ് ചോദിക്കുന്നു.
അരുണേട്ടൻ്റെ കാലെ പിടിച്ചപ്പോൾ അരുൺ ഇങ്ങനെ പതുക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് പവിത്ര ഇങ്ങനെ കാല് പിടിച്ചിരുന്ന് കരയുന്നതാ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അരുൺ ചാടി എഴുന്നേറ്റ്, പവിത്ര നിനക്ക് എന്താ പറ്റിയെന്ന് എഴുന്നേക്കാൻ പറഞ്ഞു പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നിനക്ക് എന്താ പറ്റിയ? ഒരിക്കലും നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്താ നിനക്ക്? ഇതുവരെ എന്നോട് മുഖം കറുപ്പിച്ച ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലാത്തവളാ നീ. നിനക്ക് എന്താ എന്നൊക്കെ ഇങ്ങനെ അരുൺ അന്നേരം പവിത്രയോട് ചോദിച്ചേ. എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ അരുണേട്ടാ എന്ന് പറയുമ്പോൾ എന്താന്ന് കേൾക്കാൻ ഇങ്ങനെ നിൽക്കുക അരുണേട്ടൻ. അപ്പോൾ എനിക്ക് ഡിവോഴ്സ് തന്നേക്ക് എന്ന് പറഞ്ഞ് പവിത്ര ഇങ്ങനെ അരുണിനോട് പറയുമ്പോൾ അരുൺ ഇത് കേട്ട് നടുങ്ങി ഇങ്ങനെ നിൽക്കുക. ഡിവോഴ്സ്? അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അരുണേട്ട ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമെന്നും പവിത്ര ഇങ്ങനെ പറഞ്ഞു വാ വിട്ട് കരഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അരുൺ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആകെ എന്താ പറയുന്ന തല പെരുത്തി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോഴും പവിത്ര കാര്യം എന്നാന്ന് പറയുന്നില്ല. അങ്ങനെ ആ ഒരു സംഭവം അവർക്കിടയിലുള്ളത് അവിടെ ഇങ്ങനെ കഴിയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയും അതുപോലെ തന്നെ മഹേശ്വരനും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ മഹേശ്വരൻ ലക്ഷ്മിക്ക് അടുത്തേക്ക് എന്നിട്ട് എന്താടോ എന്താ ഇത്ര ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ രാവിലെ പോയതാ, വന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടികളോ ഏടോ അവരൊക്കെ തന്നെക്കാളും വളർന്നു, തലപ്പൊക്കവും ശരീരവലിപ്പവും ഒക്കെ ആയി, എന്നിട്ടും തനിക്കെപ്പോഴും അവർ കുട്ടികളാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മഹേട്ടാ നമുക്ക് അങ്ങനെയല്ലേ നാവിൽ വരൂ, കുട്ടികൾ വരേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ ആദ്യ എൻ്റെ മക്കള് എന്നുള്ളൊരു വേവലാതി ഉള്ളിൽ ഇങ്ങനെ കിടന്നങ്ങ് നീറിക്കൊണ്ടിരിക്കുകയാണെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ എടോ അതുകൊണ്ടല്ലേ അമ്മ എന്ന രണ്ടക്ഷരത്തിന് ഈ ലോകത്തിന് പകരം വയ്ക്കാൻ വേറൊരു പദമില്ല എന്ന് പറയുന്നത് എന്ന് മഹേശ്വരൻ ചോദിക്കണം. അല്ല ഗൗതവും പിങ്കിയും കൂടി രാമേശ്വരം പോകുന്ന കാര്യമൊക്കെ എന്തായി എന്നിങ്ങനെ മഹേശ്വരൻ ചോദിച്ചപ്പോൾ ദേ കയറി വരുന്നു മക്കൾ 3 പേരും കൂടി. അതേ ഗൗതമോ വന്നല്ലോ, ഇനി നിങ്ങൾ നേരിട്ടങ്ങ് ചോദിച്ചോ, അവൻ പറഞ്ഞോളൂ എന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം പറഞ്ഞു. അന്നേരം അല്ല നിങ്ങളിത് എവിടെ പോയിരിക്കുകയായിരുന്നു ഇതുവരെ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോയതാണെന്ന് പറഞ്ഞു ഗൗതം. ഏതായാലും നിങ്ങൾ വരാൻ താമസിച്ചതുകൊണ്ട് ഇവിടെ ഒരാൾക്ക് ഭക്ഷണം വേണ്ട എന്ന്. ഭക്ഷണം വേണ്ടെന്നോ? ആർക്കാന്ന് ഗൗതം ചോദിച്ചപ്പം വേറെ ആരുടെ കാര്യമാടാ, നിന്റെ അമ്മയുടെ കാര്യം തന്നെയാ പറഞ്ഞത്. എന്തു പറ്റി അമ്മ വേറെ വല്ലതും കഴിച്ചോ? അപ്പം എൻ്റെ മക്കളെ കാണുന്നില്ലേ എന്നും പറഞ്ഞ് ആദ്യം തീയും തിന്നിവിടെ ഇരിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് ലക്ഷ്മിയെ പറ്റി ഇങ്ങനെ പറയാം. അപ്പോൾ പിങ്കി ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല ഇപ്പോൾ വേറെ നിറഞ്ഞാണോ അല്ലേടി എന്ന് ചോദിച്ച അച്ഛനോട്. അച്ഛന് തമാശയൊക്കെ പറയാൻ അറിയാമല്ലേ എന്ന് നന്ദി അന്നേരം മഹേശ്വരനോട് ചോദിക്കുക. ഇവരുടെ സന്തോഷ കുടുംബം കണ്ടിട്ട് പിങ്കിക്ക് കുശുമ്പ് അസൂയും മൂത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിങ്കി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ പിങ്കി മോളുടെ മുഖം എന്താ കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത് എന്ന് മഹേശ്വരൻ അന്നേരം ചോദിച്ചു. അപ്പോൾ എന്തു പറ്റി മോളെ എന്ന് ലക്ഷ്മിയും ചോദിച്ചു. ഒന്നുമില്ല, ചെറിയൊരു തലവേദന പോലെയുണ്ട് എന്ന് പിങ്കി അന്നേരം പറഞ്ഞു. അയ്യോ അതെന്താ മോളെ പെട്ടെന്ന് നിനക്ക് എന്തൊരു തലവേദന, അതിപ്പോൾ ഇവിടുന്ന് വന്നു ലക്ഷ്മി അന്നേരം ചോദിക്കുക. ഈ സമയത്ത് ഗൗതവും നന്ദയും ഇങ്ങനെ പിങ്കിയെ തന്നെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ എന്താ പറ്റിയത് മോളെ, ഇന്നത്തെ വെയിൽ കൊണ്ട് നടന്നില്ലേ അതുകൊണ്ടാവുമെന്ന് പറഞ്ഞപ്പം അയ്യോ ഇത്തിരി വെയിൽ കൊള്ളുമ്പോഴേക്കും തളർന്നു പോവുകയാണോ? അല്ലടാ ഇക്കണക്കിന് ഇവള് രാമേശ്വരം പോകുമ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ നമ്മുടെ ഗൗതം ചോദിച്ചു കഴിഞ്ഞ ഗൗതത്തിനോട് മഹേശ്വരൻ ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ പോകാൻ പ്ലാൻ ഇടുന്നുണ്ടെന്നല്ലേ പറഞ്ഞ്, എന്നിട്ട് നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോന്ന് ചോദിച്ചു. ആ രാമേശ്വരം പോക്ക് അത് വേണ്ടെന്ന് വെച്ചാ എന്ന് നമ്മുടെ ഗൗതം അങ്ങ് പറയാം. അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ തുറച്ച് നോക്കുമല്ലേ. അല്ല അതെന്താടെ എത്ര പെട്ടെന്നത് വേണ്ടാന്ന് വെച്ചേ? അത് പിന്നെ പിങ്കിക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് പറ്റുന്നില്ല എന്ന്. അത്രയും ദൂരമൊക്കെ യാത്ര ചെയ്യണ്ടേ? അതുമാത്രമല്ല ഈ ഒരു അവസ്ഥയിൽ അവിടുത്തെ സാഹചര്യങ്ങളും ഭൂപ്രകൃതിയായിട്ടും ഒക്കെ മിങ്കിൾ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് നമ്മുടെ ഗൗതം തന്നെ ഉത്തരങ്ങൾ അങ്ങ് കൊടുത്തോണ്ടിരിക്കുക. അപ്പം എന്താ ഗൗതം മോനെ ഇത് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയല്ലേ എന്ന് പറഞ്ഞ് ലക്ഷ്മി അന്നേരം പറഞ്ഞു. പിങ്കി ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാം. പിങ്കി മോള് ഒരുപാട് ആഗ്രഹിച്ച് പോകാൻ തീരുമാനിച്ചതല്ലേ, ക്യാൻസൽ ചെയ്യണ്ടെന്നാ എൻ്റെ അഭിപ്രായം. എന്താ മഹേട്ടൻ പറയുന്നതെന്ന് ലക്ഷ്മി ചോദിക്കുമ്പം അത് തന്നെ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു ഈ മഹേശ്വരനും. അമ്മ ആ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്തുള്ള സാഹചര്യമല്ല ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞു അല്ല പിങ്കി എന്ന് ഗൗതം ഇങ്ങനെ പിങ്കിയോട് ചോദിക്കുമ്പോൾ പിങ്കി ഒന്നും മിണ്ടുന്നില്ല. പിങ്കി നീ മറുപടി പറ പിങ്കി, താൻ കാരണമാണ് ട്രിപ്പ് ക്യാൻസൽ ചെയ്തതെന്ന് പറ പിങ്കി, അല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തും കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം അങ്ങ് കയറി സ്മാർട്ടായി. അപ്പം ഞാൻ ഒരിടത്തേക്കും വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പിങ്കി അവിടുന്ന് പോയപ്പോൾ അയ്യോ ഇത് എന്ത് പറ്റി മോൾക്ക് എന്നും പറഞ്ഞ ലക്ഷ്മി ഇരിക്കാം. അപ്പം ഇവൾക്ക് ഇത് എന്ത് പറ്റി മഹിയേട്ടാ, നിങ്ങളൊന്ന് നോക്കും ഞാൻ എന്താ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവർ രണ്ടുപേരും കൂടെ പോകുമ്പോഴേക്കും നന്ദേ എന്നും പറഞ്ഞ് വിളിച്ചെങ്കിലും നമ്മുടെ നന്ദയും നിന്നിൽ ഇവരങ്ങ് പോയി. അവർ രണ്ടുപേരോട് അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദ അവിടെ നിൽക്കുമ്പോൾ ഈ ഗിരിജ പുറകിൽ കൂടെ ഒന്ന് പേടിപ്പിച്ചു. ഗിരിജ ശരിക്കും പേടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നന്ദ ഞെട്ടിപ്പോയി കേട്ടോ. നന്ദ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മുതലാണ് അവിടെ നിൽക്കുന്നത് കണ്ടത്. അപ്പോഴേക്കും ഗിരിജ നേരെ നന്ദയുടെ അടുത്തേക്ക് ചെന്നു. എന്താടി നീ പേടിച്ചു പോയോ എന്ന് ഗിരിജ ചോദിച്ചു. ശബ്ദം ഉണ്ടാക്കാതെ മുന്നിൽ വന്ന് നിന്നാൽ പിന്നെ എന്താ പേടിക്കില്ലേ എന്ന് ചോദിച്ചു.
നീ വലിയ ധൈര്യശാലിയാണെന്നാണല്ലോ ഞാൻ മനസ്സിലാക്കിയത്, വലിയ ബുദ്ധിമതി. അത്യാവശ്യം ധൈര്യം ബുദ്ധിയൊക്കെയുള്ള ഒരു പോലീസുകാരൻ്റെ മകളാണ് ഞാനെന്ന് പറയുമ്പോൾ, ഓ, ആ പോലീസ് ബുദ്ധി വെച്ചായിരിക്കും നീ പിങ്കിമോൾക്കെതിരെ ഗൂഢാലോചന നടത്തിയതല്ലേ? ഞാൻ ഗൂഢാലോചന നടത്തിയെന്നോ? പിന്നല്ലാതെ നിനക്ക് എങ്ങനെയെങ്കിലും പിങ്കിമോളെ ഗൗതമന്റെ കണ്ണിലെ കരടാക്കണമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗിരിജ പറയാം. അവർ ഒരുമിച്ചുള്ള രാമേശ്വരം യാത്ര മുടക്കണമായിരുന്നു, അതിനു വേണ്ടി നീ ഈ വൃത്തികേടൊക്കെ കാണിച്ചത് എന്നൊക്കെ പറയുമ്പോൾ, അയ്യ കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല. ഗൂഢാലോചനയും പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒക്കെ നടത്തുന്നതേ ചിറ്റയുടെ പിങ്കിമോളാണെന്നുള്ള കാര്യം പറഞ്ഞ് കൃത്യസമയത്ത് ഈശ്വരൻ സത്യം എനിക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞപ്പം, എന്തോന്ന് കൃത്യസമയം? അല്ലെങ്കിൽ തന്നെ നിനക്ക് അവളെ കുറ്റം പറയാനും വിധിക്കാനും എന്ത് അവകാശം ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ, പിങ്കി ചതിച്ചത് എന്നെ ആയതുകൊണ്ട്, എൻ്റെ ഭാഗത്ത് സത്യം ഉള്ളത് കൊണ്ടാണ് ഈശ്വരൻ അതെനിക്ക് കാണിച്ചു തന്നെന്ന് നന്ദ പറഞ്ഞപ്പം, ഈശ്വരൻ എന്ന് നീ കുറേ പ്രാവശ്യമായല്ലോ പറയാൻ തുടങ്ങിയിട്ട്. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈശ്വരനെങ്കിലേ നീ സന്താന ഭാഗ്യം ഇല്ലാതെ ഇങ്ങനെ നിൽക്കേണ്ടി വരുമായിരുന്നോ എന്ന് നന്ദയോട് ഈ ഗിരിജ ചോദിക്കുക. അവിടെ നന്ദയെ പൂട്ടുവാണ്. ഗൗതമനെ ഒരു കുഞ്ഞിന് പ്രസവിച്ച് കൊടുക്കാൻ ഈ ജന്മം നിനക്ക് പറ്റുമോടി എന്നും ചോദിച്ചിങ്ങനെ വേദനയോടുകൂടി നമ്മുടെ നന്ദയെ അപമാനിക്കുകയാണ് ഈ ഗിരിജ. ഒരു കുഞ്ഞിനെ ലാളിക്കണമെങ്കിൽ കണ്ടവരുടെ ഗർഭപാത്രം വാടകയ്ക്കെടുക്കേണ്ട ഗതികേട് ഗൗതമന് വന്നത് എന്തുകൊണ്ടാടി? നീ കാരണമല്ലേടി എന്നും ചോദിച്ച് അങ്ങനെയൊക്കെ നമ്മുടെ നന്ദയെ വേദനിപ്പിക്കുക ഗിരിജ. ആ കുറവ് മറച്ച് അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിവുള്ള പിങ്കി നിനക്ക് മോശക്കാരിയാകണം അല്ലേ? അതിനുവേണ്ടി അല്ലേടി നീ ഓരോ പ്രാവശ്യവും കരുക്കൾ നീക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദയെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നു ഗിരിജ. അപ്പം കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നന്ദയെ കണ്ടപ്പം, ഇനി നീ കുറെ പൂങ്കണ്ണീര് ഒഴിക്കുക, ഞാനങ്ങ് നിർത്തുമെന്നായിരിക്കും അല്ലേടി നിന്റെ വിചാരം? ഇല്ലടി, ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലടി എന്നും പറഞ്ഞ് ഗിരിജ നമ്മുടെ നന്ദ ഇങ്ങനെ കാർന്ന് തിന്നുവാട്ടോ. ഒരു 4 എണ്ണം നിന്നെ പറഞ്ഞിട്ട് പോകാൻ തന്നെയാടി ഞാൻ വന്നത്. ഇപ്പോൾ അവളുടെ ജീവിതം അതിൽ പ്രതീക്ഷയൊന്നും ഇല്ലാതായപ്പോൾ ഈ കുഞ്ഞിനെയെങ്കിലും പ്രസവിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. മര്യാദയ്ക്ക് ആ കാര്യം നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ. അപ്പം നിനക്ക് പുച്ഛം അല്ലേടി? നിന്റെ പുച്ഛത്തിൻ്റെ ആണോടി ഇതൊക്കെ? ഏതോ തെരുവിൽ കിടക്കുന്ന പെണ്ണിനെ കൊണ്ട് ഗർഭം ചുമപ്പിക്കാനേ നിനക്ക് പറ്റൂ. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളുടെ അരികിൽ നിനക്കിത് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലാകുമടി. നിന്നെക്കാളും താഴ്ന്ന ഒരു പെണ്ണാകുമ്പോൾ ഗൗതമന് നീ തന്നെയാണ് മിടിക്കെന്ന് തോന്നിക്കോളുവല്ലോ. അതല്ലേടി നിന്റെ മനസ്സിലിരിപ്പ്. അതിനു വേണ്ടിയല്ലേടി നീ ഇതൊക്കെ കാണിച്ചു കൂട്ടിയതെന്നൊക്കെ ചോദിച്ച് നന്ദയെ അപമാനിച്ച് വല്ലാണ്ടാക്കുക. പിങ്കിമോളുടെ വാലിക്കെട്ടാൻ കൊള്ളില്ല നിന്നെ ഗൗതം. അത് മനസ്സിലാക്കുന്ന കാലം വരും. അതോടെ തീർന്നു. ഹിന്ദി വരത്തില്ല നിന്റെ സുവർണ കാലം. നീ ഓർത്ത് വെച്ചോളാൻ പറഞ്ഞു ഗിരിജ. അതും പറഞ്ഞ് നന്ദയെ വേദനിപ്പിച്ചിട്ട് ഇങ്ങ് തിരിഞ്ഞപ്പോൾ കാണുന്നത് നമ്മുടെ ലക്ഷ്മി അവിടെ നിൽക്കുമെന്ന് ഒരിക്കലും ഗിരിജ പ്രതീക്ഷിച്ചില്ല. ഗിരിജ എന്നിട്ട് ഉണ്ടാക്കി ചിരിയൊക്കെ ചിരിച്ച് നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലും കേട്ടോ. ആ ലക്ഷ്മി എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മുടെ നന്ദതേ അമ്മയെ കണ്ടു. അപ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചു ലക്ഷ്മി. അത് പിന്നെ നന്ദമോള് തനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ വിശേഷം തിരക്കിയെന്നേ ഉള്ളൂ എന്ന് ഗിരിജ പറയാം ലക്ഷ്മിയോട്. ഗിരിജേ, നന്ദമോളുടെ അടുത്ത് പോയി ചോദിച്ച് കുറേ വിശേഷങ്ങളൊക്കെ ഞാനും കേട്ടു എന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം പറയുക. അവളന്നേരത്തേക്കും തലയും കുനിച്ച് ഇങ്ങനെ ലക്ഷ്മിയുടെ മുന്നിൽ നിൽക്കുക കേട്ടോ. ഞാനായിരുന്നു നന്ദമോളുടെ സ്ഥാനത്തെങ്കിലേ മറുപടി പറയുന്നത് കൈ ഇങ്ങനെ നിവർത്തി ഗിരിജയുടെ ചെകിട്ടത്തൊന്ന് തന്നോണ്ടായനെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി അത് പിന്നെ വേണ്ട, മിണ്ടിപ്പോകരുത് നിങ്ങളെന്ന് ലക്ഷ്മി ഗിരിജയോട് പറയുക. പിന്നെ വീട്ടിൽ വരുന്ന അതിഥികളോട് മാന്യമായി പെരുമാറണം എന്നൊരിതുണ്ട് ഈ കുടുംബത്ത്. ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സംസാരം ഇവിടെ നിർത്തുന്നതെന്ന് ലക്ഷ്മി ഗിരിജയോട് പറയുന്നു. അവൾ ആട്ടിക്കാതെ തന്നെ നമ്മുടെ ലക്ഷ്മി ആട്ടിക്കുവാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ നേരം വെളുക്കുമ്പോൾ ഗിരിജ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളണം എന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പോൾ അത് പിന്നെ കോയമ്പത്തൂരോ ഗോകർണത്തോ എവിടെയാന്ന് വെച്ചാൽ പോയിക്കൊള്ളണം, നിങ്ങളുടെ നിഴൽ വെട്ടം പോലും ഇനി ഇവിടെ കാണരുതെന്ന് ലക്ഷ്മി പറയുമ്പോൾ, അല്ല ഞാനത് ഒരു പെണ്ണല്ലേ നിങ്ങളുടെ മകളുടെ പ്രായമുള്ള ഈ കുട്ടിയോട് നിങ്ങൾക്കിത് എങ്ങനെ പറയാൻ തോന്നി? ഇങ്ങനെയുള്ള വർത്തമാനം നിങ്ങളൊന്നും ഉദ്ദേശിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, വല്ലാതെ നിയന്ത്രിച്ച ഞാൻ നിങ്ങളുടെ ചെകിട്ടത്തടിക്കാതെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. കടന്നു പോകാനാ പറഞ്ഞതെന്നും പറഞ്ഞ് ഗിരിജയെ അവിടെ നിന്ന് ആട്ടിച്ചിറക്കുവാണ് നമ്മുടെ ലക്ഷ്മി. ഗിരിജ നാണം കെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ നന്ദ അമ്മയ്ക്കരികിലേക്ക് വന്നു. ഗിരിജയോട് അങ്ങനെ പറയണ്ടായിരുന്നു അമ്മ എന്ന് നന്ദ പറയുമ്പോൾ, മോളെ എൻ്റെ പൊന്നുമോള് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം, എൻ്റെ പൊന്നുമോള് വിഷമിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും ഇങ്ങനെ പറയുന്നു.
നമ്മുടെ ലക്ഷ്മി. എന്നിട്ട് നന്ദ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുക. മോളുടെ സങ്കടമൊക്കെ ഈശ്വരൻ കാണുന്നുണ്ടെന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാത്തിനും ഈശ്വരൻ ഒരു വഴി കാണിച്ച് തരും മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പറയാം, നീ വിഷമിക്കേണ്ട, എൻ്റെ പൊന്നുമോള് വിഷമിക്കല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ ലക്ഷ്മി ഇങ്ങനെ നമ്മുടെ നന്ദയെ സമാധാനിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് പിങ്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ പിങ്കിയുടെ അടുത്തേക്ക് നമ്മുടെ ഗിരിജ ചെല്ലും. ഈ സമയത്ത് ഗൗതം തന്നെ പിടിച്ചു നിർത്തിയതും സംസാരിച്ചതുമായ കാര്യങ്ങളെല്ലാം പിങ്കി ആലോചിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ ഗിരിജ പിന്നാമ്പുറത്തോടെ വന്ന് പിങ്കിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ